നേരെ നോക്കുക, ഞട് നോക്കുക. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. നമ്മളൊന്നും ടിനി ടോമിൻ്റെ വീട്ടിൽ പോയി കൈ പിടിച്ച് ആഹാരം കൊടുത്ത് വലിച്ചു കയറ്റി സിനിമയെ കൊണ്ടുവന്ന് സിനിമാടനാക്കിയതോ സ്കിറ്റുകാരനാക്കിയതോ ഒന്നുമല്ല. വനിതാ ഫിലിം അവാർഡ്സിലെ ടിനി ടോമിൻ്റെ ഭ്രമയുഗം സ്കിറ്റ് നിങ്ങൾ പലരും കണ്ടു കാണും. ഞാൻ കണ്ടത് ട്രോളിലൂടെയാണ്. ഇങ്ങനൊരു വിഷയം വരുന്നുണ്ടെന്ന് അറിഞ്ഞത് തന്നെ ട്രോളിലൂടെ, ഇങ്ങനെ സ്കിറ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞത് ട്രോളിലൂടെയാണ്. അതായത് വനിതാ ഫിലിം അവാർഡ്സിൻ്റെ ഭാഗമായിട്ട് ടിനി ടോമും അതേപോലെ തന്നെ ബിജു കുട്ടനും അതേപോലെ തന്നെ ഹരീഷ് കണാരനും കൂടെ ചേർന്നുകൊണ്ട് സ്കിറ്റ് അവതരിപ്പിച്ചു. ഭ്രമയുഗത്തിൻ്റെ ഒരു സ്പൂഫായിരുന്നു, ആ ഒരു രീതിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതായത് മമ്മൂക്ക ഇടയ്ക്കിടയ്ക്ക് ഈ സ്കിറ്റിൻ്റെ ഭാഗങ്ങളുടെ ഇടയ്ക്ക് മമ്മൂക്ക ഇങ്ങനെ കാണിക്കും. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ ദേഷ്യം പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നു, ചിരിയൊന്നും വരാതെ. ഇതെടുത്ത് കാണിച്ചുകൊണ്ടായിരുന്നു. ഈ സ്കിറ്റ് കണ്ടിട്ട് മമ്മൂക്കയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ബോറായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയിരുന്നു വലിയ വിവാദം വന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത്. നിങ്ങൾക്ക് ഞാൻ ആ ഒരു സ്കിറ്റിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം. അത്യാവശ്യം ബോറുള്ള സാധനമാണ്, പക്ഷേ അതിനകത്തൊരു കാലിക പ്രസക്തിയുള്ള ഒരു കാര്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ കണ്ണുനീരണിഞ്ഞു എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ട് അത് അത്രയ്ക്ക് കൊണ്ട് കൊണ്ടില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. താൻ പാമ്പല്ല, ഓന്തല്ലേ? നിക്കണോ നിപ്പിൽ നിറമാറുന്ന ഓന്ത്? നേരെ നോക്കുക, ഞട് നോക്കുക. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. ഇതെടുത്ത് വെച്ചുകൊണ്ടാണ് ട്രോൾ. ഒരുപാട് ട്രോൾ വരുന്നുണ്ട്. ഈ ട്രോളൊക്കെ വരുന്നത് നമുക്ക് ഒരുവിധം രസമാണ്. ആ ട്രോൾ കണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റും. പക്ഷേ ട്രോൾ അല്ലാത്ത രീതിയിലേക്ക് ഈ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഫേസ്ബുക്കിലും അവിടെ എവിടെയും സോഷ്യൽ മീഡിയസിൽ വരുന്ന, അതായത് ഈ ടെനി ടോമിനെ ഒരുപാട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് വരുന്നുള്ള കമൻറ്റുകൾ, ഒരുപാട് അദ്ദേഹത്തെ മോശവൽക്കരിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് അസഹനീയമായ കമൻറ്റുകളാണ്. പ്രധാനമായിട്ട് പറയുന്നത് മമ്മൂക്ക പോലും ചിരിച്ചില്ല, അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. എനിക്കും അത് കണ്ടിട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. 2-3 ഭാഗത്തുനിന്ന് ചെറിയൊരു ചിരി വരുന്നതല്ലാതെ ആ സ്കിറ്റ് നമുക്ക് അത്രത്തോളം ഹാപ്പിനെസ് എനിക്ക് തന്നതൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ പലരും പറയുന്നത് മമ്മൂക്കയുടെ സൗണ്ട് അനുകരിച്ച് റെഡിയായില്ല. ഈ പറയുന്ന ടിനി ടോമിന് എപ്പോഴും ഉള്ളൊരു ആരോപണമാണ് ഒരുപാട് പേർ ശബ്ദം സ്വന്തം സ്വരത്തിൽ അനുകരിക്കുന്ന ഒരാളാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സൗണ്ടൊക്കെ അനുകരണം നല്ലതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ പലരും പല സമയത്തും കളിയാക്കാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്, അവഗണിക്കാറുണ്ട്, അവഹേളിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സ്കിറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായി ഇത് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. ഓൾറെഡി ഇതിൽ 3 കഥാപാത്രങ്ങളുണ്ട്. 3 കഥാപാത്രം ഡബ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അവിടെ വന്നിട്ട് ഇമ്പ്രവൈസേഷനോ കാര്യങ്ങളോ ഒന്നും നടത്താൻ പറ്റത്തില്ല. ഇവർ വരുന്നു, സ്റ്റേജിൽ നിന്ന് ചുണ്ടനക്കി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ മമ്മൂക്കയുടെ സൗണ്ട് അനുകരിച്ചാണ് ചെയ്തതെന്ന് ആരും അവകാശവാദം എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്കിറ്റാണ്. മമ്മൂക്ക ആ ഒരു വേഷം ചെയ്തുകൊണ്ട്, കൊടുമ്പൻ പോറ്റിയുടെ വേഷം ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് അതേപോലെ ഏകദേശം മോഡുലേഷൻ നോക്കിയതായിരിക്കും. പക്ഷേ മമ്മൂക്കയുടെ സൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അത് അനുകരിക്കാൻ മെനക്കെട്ടു എന്നുള്ള രീതിയും പറയുന്നത്. കാരണം വേറെ 2 പേരോട് അതിൽ അഭിനയിക്കുന്നുണ്ട്. അവർ അതിനകത്തുള്ള മറ്റ് താരങ്ങളുടെ ശബ്ദം അനുകരിച്ചു എന്നൊരു വിഷയം ഇല്ലെങ്കിൽ വരുന്നില്ല. അതാ രസം. അതിനകത്ത് ബിജുക്കുട്ടനുണ്ട്. ബിജുക്കുട്ടൻ അവിടുത്തെ ബാല്യക്കാരനായിട്ടുള്ള ആ ഒരു ജോലിക്കാരനായിട്ടുള്ള വ്യക്തിയായിട്ട് അഭിനയിക്കുമ്പോൾ അതിൽ അഭിനയിച്ച ആളുടെ സൗണ്ട് അനുകരിച്ചില്ല എന്നൊരു വിഷയം അവിടെ വരുന്നില്ല. മാത്രമല്ല അവർ 2 പേരും ഇതിനകത്ത് ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെ ആരും കളിയാക്കുന്നില്ല. ഇതിൽ മെയിൻ കളിയാക്കൽ വരുന്നത് ടിനി ടോമിന്. അതിന് പ്രധാന കാരണം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഈ അനുകരണ രീതി കൊണ്ട് പലരും അദ്ദേഹത്തിന് എടുത്ത് വെച്ച് ട്രോളും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, മറ്റേ ഉണ്ണിമൂന്തൻ, അനൂപ് മേനോൻ, ബെൽറ്റ് സാധനം, അതൊക്കെ ഭയങ്കര ഹിറ്റാണ്. ഒരു മനുഷ്യനിങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫോക്കസ് ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ തകർക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മൂക്ക അതിൽ ചിരിക്കാത്തത്. ഇനി അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ഈ സ്റ്റേജിൽ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എടുക്കും, ഷൂട്ട് ചെയ്യും. അതിൽ ഓപ്പോസിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റിയാക്ഷൻ അതേ സമയത്ത് തന്നെ ഒപ്പിയെടുത്ത് ആവണമെന്നൊന്നുമില്ല. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇട്ട് കൊടുക്കുന്നത്, അത് എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർ അവരൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ഈ പറയുന്ന റിയാക്ഷനും കാര്യങ്ങളൊക്കെ. മമ്മൂക്ക ചിരിക്കാതെ ഇങ്ങനെ മസിൽ പിടിച്ചോണ്ടിരുന്ന ആ സമയത്ത് തന്നെ കണ്ടതാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈയടിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഇടുന്നുണ്ടല്ലോ, പടപട കൈയടിക്കുന്ന സൗണ്ട് ഇടുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആളുകളുടെ ഓരിയിടുന്ന സൗണ്ട് ഉണ്ട്. അതൊക്കെ എന്താ ഈ എഡിറ്റിംഗ് സമയത്ത് കയറ്റിയിടും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാ കൈയടിക്കുന്ന സൗണ്ട് ഇടും? നമ്മൾ കൈയടിക്കാൻ വേണ്ടിയാണോ? ചില ആരും ചിരി വരാത്ത സ്കിറ്റുകളിലൊക്കെ കൈയടിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ ഇടുന്നതായിരിക്കും. പക്ഷേ അത് ഭയങ്കര ഏറ്റവും അരോചകമായിട്ട് തോന്നത്തേ ഉള്ളൂ. പിന്നെ ഈ സ്കിറ്റ് ഇത് ഈ പറയുന്ന ടിനി ടോമും ഈ പറയുന്ന ബിജുക്കുട്ടനും എല്ലാം കൂടെ എഴുതി ഉണ്ടാക്കിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിന് കണ്ടന്റ് റൈറ്റേഴ്സ് കാണും, അവർ ചെയ്തു കൊടുത്ത സാധനം ഇവർ വന്ന് ചെയ്തതായിരിക്കും. അവർ ഓൾറെഡി ഡബും ചെയ്ത് വെച്ചേക്കോ, ഇംപ്രവൈസേഷൻ ഒന്നും പറ്റത്തുമില്ല. അതത്രേ അവരവിടെ ചെയ്തു പോയി. എന്നിട്ട് വന്നിട്ട് എത്രത്തോളം ട്രോളും കാര്യങ്ങളും. ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടി നമുക്ക് വിമർശിക്കാം. ആ ട്രോളിനല്ല ഞാൻ പറയാം, സോറി, നെഗറ്റീവ് കമൻറ്റുകൾ, മോശമായിട്ടുള്ള കമൻറ്റുകൾ, അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടും അവഹേളിച്ചുകൊണ്ടുള്ളത് അദ്ദേഹം ഇതുവരെ എത്തിയിട്ടുണ്ട്. ഒരു ലെവലിൽ അദ്ദേഹം എന്തായാലും എത്തിയിട്ടുണ്ട്. അതിന് ഒരിക്കലും നമ്മളാരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കൈപിടിച്ച് കൊണ്ടുവന്നൊന്നും ആക്കിയതല്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമുക്ക് വിമർശിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ നശിച്ചു പോകണമെന്നുള്ള രീതി വിമർശിക്കാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. ഇനി ഇതിൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, മമ്മൂക്കയ്ക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല, മമ്മൂക്ക അതുകൊണ്ട് ആ മുഖം അങ്ങനെ ഇരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി
ടിനി ടോം പറഞ്ഞൊരു കാര്യം നമുക്ക് കേൾക്കാം. അത് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ച് നോക്കാം. അതായത് സ്റ്റേജിൻ്റെ പുറകിൽ ചെന്നിട്ട് മമ്മൂക്ക ഈ പറയുന്ന ടിനി ടോമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയായി സ്റ്റേജിലെത്തി നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ ടിനി ടോം. വനിതാ ഫിലിം അവാർഡിൻ്റെ വേദിയിലാണ് സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗത്തിൻ്റെ കോമഡി സ്പൂഫ് കിറ്റ് ടിനി ടോമും കൂട്ടരും ചെയ്തത്. വോട്ട് തേടി മനയിലെത്തുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ അനുഭവങ്ങളാണ് രസകരമായി സ്കിറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്കിറ്റിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. തരംഗം ചെറിയ തരംഗമൊന്നുമല്ല, വലിയ തരംഗമാണ്. അത് ട്രോളിലൂടെയാണ് കൂടുതലായിട്ട് തരംഗമായത്. ഇനി അടുത്താണ് ഏറ്റവും പ്രധാന പോയിന്റ്. സ്കിറ്റ് കണ്ട ശേഷം മമ്മൂട്ടി തന്നെ ബാക്ക് സ്റ്റേജിലെത്തി അഭിനന്ദിച്ചെന്നും ടിനി ടോം പറയുന്നു. ഇതാ അതിൻ്റെ ഫോട്ടോയുണ്ട്. അതിൽ മമ്മൂക്ക ദേഷ്യപ്പെട്ടൊന്നുമല്ല നിൽക്കുന്നത്, ടിനി ടോമിനെ ഇടിക്കാനൊന്നും നിൽക്കുമൊന്നുമല്ല, നീ എന്തായി ചെയ്തെന്ന് കാണിച്ചൊന്നുമല്ല നിൽക്കുന്നത്. അതേപോലെ തന്നെ പിഷാരടിയും സിദ്ദിഖും എല്ലാം ചെന്നിട്ട് ടിനി ടോമിനെ അഭിനന്ദിച്ചു എന്നും ഇതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതാപ്പുറം വായിക്കാൻ പലപ്പോഴും നിൽക്കുന്നുണ്ട്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല, അത് ഭയങ്കര മോശമായി പോയി, അങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നു. അത്രത്തോളം നെഗറ്റീവ് ഇടാൻ, അത്രത്തോളം തകർക്കാനായിട്ട് നമുക്കൊരിക്കലും അവകാശമില്ല. ഇതിൽ തന്നെ മമ്മൂക്ക തന്നെ ചെന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു എന്ന് പറയുന്നു. അത് ടിനി ടോം തന്നെ തുറന്ന് സമ്മതിക്കുന്നു, തുറന്ന് പറയുന്നു. കള്ളമൊന്നും ടിനി ടോമിന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എന്തായാലും ഇഷ്ടപ്പെട്ടെന്നുള്ളത് ടിനി ടോമിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. ഈ നെഗറ്റീവ് ഇടുന്നവരൊക്കെ പ്രശ്നം എന്തായിരുന്നു? മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടില്ല ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ളത്. ഇനിയെങ്കിലും നമ്മൾ മാറ്റേണ്ട കാര്യം, ഒരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാം നെഗറ്റീവായിട്ട്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മളെല്ലാം നെഗറ്റീവായിട്ട് തന്നെ വിഷയങ്ങൾ സമീപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ ചില വിഷയങ്ങൾ പോസിറ്റീവായിട്ട് കാണണം. ടിനി ടോമിൻ്റെ ചില കോമഡി, എനിക്ക് തോന്നുന്നു കോമഡിയല്ല, ശബ്ദാനുകരണം, ഒരു തവണ സുരേഷ് ഗോപി അനുകരിച്ചു, അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കണ്ടു. അദ്ദേഹത്തെ എനിക്ക് പൊക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊന്നും തരുന്നില്ല. അദ്ദേഹം ഒരു തവണ അദ്ദേഹത്തിൻ്റെ സ്കിറ്റ് കൊള്ളാതിരുന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുള്ള, നല്ല ചെയ്താൽ നല്ല പറയണം, മോശം ചെയ്താൽ നമ്മൾ വിമർശിക്കണം. അത് ഒരിക്കലും ആ മനുഷ്യൻ നശിച്ചു പോകണം എന്നുള്ള രീതിയിലാവരുത്. അവർക്ക് ഇനിയും കയറി വരണം എന്നുള്ള രീതിയിൽ വിമർശനങ്ങളാവണം. അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുന്ന രീതിയിലുള്ള, അദ്ദേഹം 3 പേര് അതിൽ സ്കിറ്റിൽ അഭിനയിക്കുന്നു, അദ്ദേഹത്തെ മാത്രം എടുത്ത് ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു രീതി, ആ ഒരു പ്രവണത, അതൊരു മനുഷ്യനെ നശിച്ചു പോകുന്ന പോലെ. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സെന്ന് പറയുന്ന ഒരു ഇമാജിനറി പാർട്ടാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ലോലഹൃദയരായിട്ടുള്ള കുറച്ച് പാവങ്ങളെ മാത്രമല്ല കേൾക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു പരിധിയിലപ്പുറത്തേക്ക് നമ്മൾ ഇടിച്ചു കയറി ഇവൻ ഒരു കഴിവില്ലാത്തവൻ, ഇവൻ ആരും ഈ ഒരു പൊസിഷനിൽ എത്തിച്ചത്, വേറെ ഒരുപാട് പേര് ചവിട്ടി തേച്ചും വന്ന് അങ്ങനെ എന്തിനാണ് അദ്ദേഹം ആ പൊസിഷനിൽ എത്തിയതെങ്കിൽ അദ്ദേഹം അതിൻ്റേതായ കഷ്ടപ്പാട് പെട്ടിട്ടുണ്ടാവാം. നമ്മളൊന്നും ടിനി ടോമിൻ്റെ വീട്ടിൽ പോയി കൈ പിടിച്ച് ആഹാരം കൊടുത്ത് വലിച്ചു കയറ്റി സിനിമയെ കൊണ്ടുവന്ന് സിനിമാടനാക്കിയതോ സ്കിറ്റുകാരനാക്കിയതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വഴി, കാരണം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നെപ്പോട്ടിസം കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കുറേ പേര് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റേതായ കഷ്ടപ്പാടി വന്നതായിരിക്കും. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. വിമർശിക്കാനെങ്കിൽ നമ്മളെ കാണുന്നത് അദ്ദേഹം ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്ര പോലും എത്താത്ത പലരുമാണ് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് പറയുന്നതെന്ന് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ഇനി അദ്ദേഹം മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കും, പക്ഷേ അതൊരിക്കലും നശിച്ചു പോകണമെന്നുള്ള വിമർശനമാവരുത്. ഇതിൽ ഈ ഒരു കൊടുമൺ പോട്ടിയായിട്ട് ചെയ്തതിൽ എനിക്ക് അത്രയ്ക്ക് വലിച്ചു കയറാനൊന്നും തോന്നുന്നില്ല. അവരെല്ലാവരും ആ ഒരു സ്കിറ്റേ മോശമായിരുന്നു, അത്യാവശ്യം രസമൊന്നുമില്ല, അങ്ങ് ചിരിക്കാനുണ്ട് എന്നുള്ള ഉപരി ഒരു സാമൂഹിക വിഷയം ചർച്ച ചെയ്യുന്നു എന്നതിലുപരി വേറൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര സാധനമൊന്നും അല്ല, എന്നാലും ഒന്നുമില്ല, ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന ഒരു സാധനം. അതിൽ നമുക്ക് ഇത്രത്തോളം വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കാനുള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. അത് ഞാൻ എവിടെയും പറയും. നമ്മൾ ഇതിനു മുമ്പും നിങ്ങൾക്കറിയാം പലരുടെയും സ്കിറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഈ പറയുന്ന പോലെ അത്രത്തോളം വൾഗറാക്കുന്ന സാധനമാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അത് നമ്മളൊരു മനുഷ്യൻ നശിച്ചു പോകണമെന്നുള്ള രീതിയിലല്ല പറയുന്നത്. അവർ മാറ്റം വരുത്താൻ കഴിവുള്ളവരാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ എന്താണെന്നറിയത്തില്ല, ഒരുപാട് പേർക്ക് ഒരു രസമാണ്. ഒരു മനുഷ്യൻ ഒരു തവണ വീട് കിട്ടിക്കഴിഞ്ഞാൽ കയറിയിരുന്ന് അങ്ങ് ചവിട്ടി മെഴുകുക, അതാണ് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടുവരുന്നുണ്ട്. ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തെ എല്ലാവരും അവർ അഭിപ്രായമായി മാറ്റും. അതായത് ഒരു കൂട്ടം ആളുകൾ അത് നല്ലതാണെന്ന് പറയുമ്പോൾ വന്ന് കയറുന്നൊരു അവർ നല്ലതെന്ന് പറഞ്ഞില്ലേ. ഈ ധൂമം സിനിമയിലൊക്കെ പറയുന്നുണ്ട്, ഒരു ഹോട്ടലിൽ ഫുഡ് കൊള്ളത്തില്ലായിരിക്കും, നമ്മളും പോയി ആൾ കയറുന്നതിൻ്റെ വരുമോ നല്ലതെന്ന് പറഞ്ഞ് തിന്നും. ഇഷ്ടമല്ലെന്ന് തന്നെ പറയണം, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തന്നെ പറയണം. ഇവിടെ ഇപ്പോൾ ആ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നു ടിനി ടോം ആൾ, അദ്ദേഹത്തിന് ഇതിന് മുമ്പ് കുറച്ച് ആക്ഷേപങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൊള്ളത്തില്ലെന്നൊരു വിഭാഗം പറയുമ്പോൾ അത് കാണുക പോലും ചെയ്യാതെ ആളുകൾ കൊള്ളത്തില്ല, ഇവനെ പണ്ടേ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ മറ്റേതാ മറിച്ചതാ, അത് മാറ്റി നിർത്തി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം ഉണ്ടാവണം, അഭിപ്രായം ഉണ്ടാവണം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിന് പറ്റിയൊരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ്റെ എച്ചിൽ പട്ടിയായിട്ട് നമ്മൾ മാറേണ്ടി വരും. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്.